ഇപ്പം മാർക്കോയിലെ സീക്വൻസുകളെ പറ്റി എടുക്കുകയെന്നുണ്ടെങ്കിൽ കൈയിട്ട് മറ്റേ ചങ്ക് പറിച്ചെടുക്കുന്നതും ചെവി കടിച്ച് പറിക്കുന്നതും ഇതൊന്നും നമ്മൾ ഓൺ സ്ക്രീനിൽ അങ്ങനെ ഓൺ സ്ക്രീനിൽ കണ്ടിട്ടില്ല. കാണാത്ത അനുഭവങ്ങളിലൂടെ പ്രേക്ഷകനെ കൊണ്ടുപോകുമ്പോൾ അവന് കിട്ടുന്നൊരു അഡ്രിനാലിൻ റഷുണ്ട്. അതിപ്പം വയലൻസ് എന്ന് പറയുന്ന ഒരു കാര്യത്തിലൂടെയാണ് അത് യൂട്ടിലൈസ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അത് പ്രണയത്തിലും യൂട്ടിലൈസ് ചെയ്യാം, ഈവൻ വിഷ്വൽസിലൂടെ വയലൻസ് എന്നുള്ള സാധനം മാറ്റി വിഷ്വൽ എക്സ്പീരിയൻസിലൂടെ യൂട്ടിലൈസ് ചെയ്തിട്ടുള്ള സിനിമകളുണ്ട്. എക്സ്ട്രീം, നമ്മൾ കണ്ടിട്ടില്ലാത്ത വയലൻസ് ഇല്ലാത്ത ആക്ഷൻ സീക്വൻസുകളിലൂടെ നമ്മൾ കണ്ടിട്ടില്ലാത്ത ടൈപ്പിലുള്ള ആക്ഷൻ സീക്വൻസുകളും പഞ്ചുകളും ചവിട്ടിക്കാലൊടിക്കലും ഒക്കെ നമ്മൾ കണ്ടു. ഇനി അതിൻ്റെ നെക്സ്റ്റ് ലെവലിലേക്ക് കടന്നാലേ ആൾക്കാരെ നമുക്ക് ഒന്ന് ഞെട്ടിക്കാൻ പറ്റത്തുള്ളൂ. അതാണ് വയലൻസിലൂടെ യൂട്ടിലൈസ് ചെയ്യപ്പെടുന്നത്. ഇതുപോലെ കണ്ടിട്ടില്ലാത്ത അനുഭവങ്ങളിലൂടെ കൊണ്ടുപോയി ചെയ്തെടുക്കാൻ പറ്റുന്ന വേറെയും ജോണറുകളുണ്ട്. അതിലേക്ക് സംവിധായകർ എത്തുമ്പോൾ ഈ വയലൻസ് എന്നുള്ള പരാതി അങ്ങ് മാറും. അതിലേട്ടും കൂടെ ആൾക്കാരിട്ട് ഇപ്പോൾ ത്രില്ലർ സിനിമകൾ, സ്പോർട്സ് മൂവികൾ, പ്രണയ സിനിമകൾ, ഇതിനകത്തൊക്കെ ആൾക്കാർ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഇപ്പം സെക്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുവരെ സ്ക്രീനിൽ കണ്ടിട്ടുള്ള ചില രീതികളുണ്ട്, ചില കാര്യങ്ങൾ പറയുന്നതിൻ്റെ. അതിനെ ബ്രേക്ക് ചെയ്തതിൻ്റെ അപ്പുറത്തേക്കൊരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അതും ഇവിടെ സൂപ്പർ ഹിറ്റ് ആവുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ജനങ്ങളിത് ചില കാര്യങ്ങൾ കണ്ടിട്ടില്ല, ചില കാര്യങ്ങൾ അറിഞ്ഞിട്ടില്ലല്ലോ. അത് കൊടുക്കാൻ പറ്റണം, എങ്കിലേ ഇപ്പം ഞെട്ടിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇപ്പോൾ പൊതുവേ ഉള്ളൊരു വിശ്വാസം. ചിലപ്പോൾ അങ്ങനെ സിനിമകൾ ഉണ്ടാകുമായിരിക്കും. അപ്പോൾ വയലൻസിനെ പ്രൊമോട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ വയലൻസാണ് ഇനി ഇതിൻ്റെ ഒരു അവസാന വാക്കെന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇതും മടുക്കും, അപ്പോൾ അടുത്ത ജോണർ വരും. അതും പക്ഷേ ഇതെല്ലാം ആൾക്കാരെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലാത്ത എക്സ്പീരിയൻസിലൂടെ കൊണ്ടുപോകുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളൊരു അമ്യൂസ്മെൻറ്റ് പാർക്കിൽ പോകുമ്പോൾ നമ്മൾ കയറാൻ മടിക്കുന്ന, എന്നാൽ നമ്മൾ കയറി ഏറ്റവും പേടിച്ചിട്ടുള്ള ഒരു റൈഡിനെ പറ്റിയായിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ സംസാരിക്കുക. അതാണിപ്പം സിനിമയിലെ ഓഡിയൻസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതും. ആ എക്സ്പീരിയൻസ് വേണം. അത് വയലൻസ് ആവട്ടെ, വേറെ ഏത് ജോണറും ആവട്ടെ, ആ എക്സ്പീരിയൻസ് കൊടുക്കാൻ പറ്റണം സിനിമയ്ക്ക് എന്നുള്ളതാണ് ഇന്നത്തെ സിനിമയുടെ ഒരു ആവശ്യകത. ആ ഒരു എക്സ്പീരിയൻസ്, ഇപ്പോൾ വയലൻസ് ഫോർ എക്സാമ്പിൾ, അതിനെ ഇത്രയും സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നത് ഒരു വറിയിങ് ആയിട്ട് തോന്നുന്നു. ഒരു സക്സസ്ഫുൾ മാറുന്നൊരു കാര്യം സെലിബ്രേറ്റ് ചെയ്യപ്പെടില്ലേ? ഫിലിംസിനല്ല, ആ വയലൻസ് സീക്വൻസ് അല്ലെങ്കിൽ ആ വയലൻസ് സ്ക്രീനിൽ കാണുമ്പോൾ ഉള്ള ഒരു ആവേശം, ഒരു ആഘോഷം. എസ്പെഷ്യലി അപ്പോൾ ഇന്ത്യ വേൾഡ് കപ്പ്, ഈ 2020 വേൾഡ് കപ്പ് നേടിയപ്പോൾ ഏറ്റവും കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടത് സൂര്യകുമാർ യാദവ് ലൈനിൽ നിന്നെടുത്ത ക്യാച്ചാണ്. ഇന്ത്യയുടെ വിജയത്തിനോടൊപ്പം തന്നെ സെലിബ്രേറ്റ് ചെയ്യപ്പെട്ട ആ ക്യാച്ചല്ലേ. എന്ന് പറഞ്ഞ പോലെ ഒരു സിനിമ സക്സസ്ഫുൾ ആകുമ്പോൾ അതിലെ ചില ഘടകങ്ങൾ സെലിബ്രേറ്റ് ചെയ്യപ്പെടും. അപ്പോൾ അതിനകത്ത് കുറ്റം പറയാൻ പറ്റില്ലല്ലോ. ദാറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് വി ആർ പ്രൊമോട്ടിങ് വയലൻസ്. കാരണം ഈ വയലൻസ് നമ്മൾ എൻ്റെ ചെറുപ്പകാലം മുതൽ ഞാൻ പത്രങ്ങളിൽ വായിച്ചിട്ടുള്ളതും കേട്ടിട്ടുള്ളതായിട്ടുള്ള പല വയലൻസുകളും നമ്മൾ സ്ക്രീനിൽ കണ്ടിട്ടില്ല. ഇന്നാണ് നമ്മളത് കാണാൻ തുടങ്ങുന്നത്. അതിൻ്റെ അർത്ഥം സമൂഹത്തിൽ ഇല്ല എന്നുള്ളതല്ലല്ലോ. ഇത് സെലിബ്രേറ്റ് ചെയ്യുന്നതുകൊണ്ട് കൂടുതൽ വയലൻസിലേക്ക് ആൾക്കാർ തിരിയും എന്നുള്ളൊരു പേടിയുണ്ടോ എന്ന് ആ ചോദ്യത്തിൻ്റെ പിന്നിൽ നിന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതിനെപ്പറ്റിയൊന്നും ടെൻഷൻ അടിക്കുകയൊന്നും വേണ്ട. ഇന്നത്തെ ഓഡിയൻസിന് സിനിമയായിട്ടും ജീവിതമായിട്ടൊക്കെ കാണാൻ പറ്റും. ഞാനതാ പറഞ്ഞു, വയലൻസ് സക്സസ്ഫുൾ ആയതുകൊണ്ടാണ് അത് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇതുപോലെ സക്സസ്ഫുൾ ആയിട്ടുള്ള മറ്റ് ജോണറുകൾ വരും, അപ്പോൾ അത് സെലിബ്രേറ്റ് ചെയ്യപ്പെടും. ഇത് നമുക്ക് ചെടിക്കും. ഇനിയിപ്പോൾ ചെവി അടിച്ച് പറിക്കുന്നത് വേറെ ഏതെങ്കിലും സിനിമയിൽ കണ്ടാൽ നമുക്കൊരു കിക്ക് തോന്നുമോ? ഇല്ല, അത് തീർന്നു. കാണാത്ത വയലൻസുകൾ കാണണം, കാണാത്ത എക്സ്പീരിയൻസുകൾ സ്ക്രീനിൽ വരും. അത് എല്ലാ ജോണറിലും വരുമായിരിക്കും. ഇത്രയൊക്കെ എനിക്ക് പറയാൻ അറിയത്തുള്ളൂ. ഞാൻ വെറും ഒരു നടനാണ്. എന്നോട് വലിയ ഫിലിം മേക്കേഴ്സിനോട് ചോദിക്കുന്ന പോലത്തെ ചോദ്യങ്ങൾ ചോദിച്ചാൽ ഞാൻ പെട്ടു. ഞാൻ സാധാരണ നടനാണ്. അഭിനയിക്കാൻ വേണ്ടി മാത്രം ജീവിക്കാൻ വേണ്ടി അഭിനയിക്കുന്ന. പുരുഷപ്രേതം പോലത്തെ പ്രൊജക്റ്റുകളൊന്നും എൻ്റെ കയ്യിലില്ല. പക്ഷേ ഞാൻ ഇത്രയും കാലം ചെയ്തു വന്നിട്ടുള്ള വേഷങ്ങളുടെ ഒപ്പം നിൽക്കുന്നതോ അതിലും പെർഫോം ചെയ്യാനുള്ളതോ ആയിട്ടുള്ള വേഷങ്ങളിലേക്ക് ഞാൻ എത്തും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇപ്പം ബേസിൽ ജോസഫിൻ്റെ മരണമാസം എന്ന് പറഞ്ഞ സിനിമയിൽ ഞാനൊരു വേഷം ചെയ്തിട്ടുണ്ട്.
ആസിഫ് ഹീറോ ആയിട്ടുള്ള സർക്കിട്ട് എന്ന് പറഞ്ഞൊരു സിനിമയിൽ ഒരു വേഷം ചെയ്തിട്ടുണ്ട്. അതൊക്കെ റിലീസിനായിട്ട് വെയിറ്റ് ചെയ്യുന്നു. വേറെയും കുറേ സിനിമകളുണ്ട്. ഇപ്പോൾ 2 അവസാനം കഴിഞ്ഞ് ഞാൻ ഓർത്ത് പറഞ്ഞതേ ഉള്ളൂ. മുന്നോട്ടും സിനിമകളുണ്ട്. ഇപ്പോൾ ഞാനും കൃഷാന്തും കൂടെ വീണ്ടും ഒരു അസോസിയേഷൻ ഈ വർഷം ഉണ്ടാകുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അല്ലെങ്കിൽ അടുത്ത വർഷം ബിഗിനിങ്ങിലേക്ക് ഉണ്ടാകും എന്നുള്ളതാണ് പ്രതീക്ഷ. അതും നല്ല രസമുള്ള കൃഷാന്തിയൻ പടമാണ്. പിന്നെ ജിജോ ആൻ്റണിയും ഒക്കെ ഒരു പ്രോജക്റ്റ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അതൊക്കെ നടന്നാൽ അതൊക്കെ ഗുണമുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷെ നടത്തിയെടുക്കണം എന്നുള്ളതാണ് നമ്മളുടെ ചലഞ്ച്. ഏതെങ്കിലും പ്രത്യേക ഒരു ക്യാരക്ടർ, പോലീസ് ഓഫീസർ, പള്ളിയിലെ അതേപോലെ എന്തെങ്കിലും ഭാവിയിൽ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള എന്തെങ്കിലും ക്യാരക്ടർ? ഇപ്പോൾ വരുന്ന മുഴുവൻ പോലീസാണ്. പോലീസ് വേഷം അപ്പം അതൊരു നല്ല കാര്യമാണ്, ഒരു പ്ലേസ്മെൻറ്റിലേക്ക് എത്തുക എന്നുള്ളത്. കാരണം കണ്ടിന്യൂസ് വേഷങ്ങൾ ഒരു ഏരിയയിൽ കൂടെ കിട്ടിക്കൊണ്ടിരിക്കുമല്ലോ. അങ്ങനെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന വേഷങ്ങളെപ്പറ്റി സത്യസന്ധമായി ഞാൻ ചിന്തിച്ചിട്ടില്ല. എനിക്ക് പക്ഷേ ഇഷ്ടം ഒത്തിരി ഈ മാനസിക സംഘർഷങ്ങൾ അനുഭവിക്കുന്ന ഒരു ക്യാരക്ടർ ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് ഈ തുറന്ന് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാതെ ചില എക്സ്പ്രഷൻസ് ക്യാരക്ടറായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ചെയ്യണം, അത് ഭയങ്കര ഒരു രസമാണ്. ചിന്തിച്ച് അഭിനയിക്കണം എന്ന് തോന്നുന്ന വേഷങ്ങൾ ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. അതൊക്കെ വരുമായിരിക്കും എന്നുള്ള പ്രതീക്ഷ. അല്ലാതെ ഇന്ന പോലത്തെ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ഇന്ന യൂണിഫോം ഇന്ന ഇത് അങ്ങനെ ഇല്ല. സിനിമകൾ കിട്ടിക്കൊണ്ടേ ഇരിക്കണം എന്നുള്ളതാണ് ഏറ്റവും വലിയ ആഗ്രഹം. വരുമാനം നിൽക്കാൻ പാടില്ല. ഈ പടത്തിൽ ലീഡായിട്ട് തന്നെയാണോ ഇപ്പൊ പറഞ്ഞേക്കുന്നത്? അങ്ങനെ അതും പോലീസാണ്. നോ പറയാറായിട്ടുണ്ടോ? ഇപ്പോൾ അങ്ങനെ ഒരുപാട് പോലീസ് റോൾസ് അങ്ങനെ പറയും ഞാൻ. പറയാറായിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നോ പറഞ്ഞിട്ടുണ്ട്, ചെയ്യാതെ വേണ്ടാന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ അത് നോ പറഞ്ഞ് തന്നെ ആയിരിക്കുകയല്ല ചിലപ്പോൾ അത് പോകുന്നത്. അതായത് വേറെ ചില റീസൺസ് ഒക്കെ ഉണ്ടാവും. അങ്ങനെ എനിക്ക് റെപ്പറ്റീഷൻ കൊണ്ടൊന്നും എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഇപ്പോൾ കണ്ടിന്യൂസ് പോലീസ് സ്റ്റേഷൻ ചെയ്തുകൊണ്ട് എനിക്ക് പ്രശ്നമൊന്നുമില്ല. കാരണം പുരുഷപ്രയത്തിലെ സെബാസ്റ്റ്യൻ അല്ല, ടർബോയിലെ ഡേവിസ്, എല്ലാം വേറെ പരിപാടികൾ. യൂണിഫോം ഒന്നായി പോയെന്ന് പറഞ്ഞ് മനുഷ്യന്മാർ ഡിഫറെൻ്റ് അല്ലേ. എനിക്കങ്ങനെ കണ്ടിന്യൂസ് ഒരു ഇന്നോവേഷൻ ചെയ്തുകൊണ്ട്. പക്ഷേ ഈ 2 സീൻ പരിപാടികളിൽ വന്നിട്ട് തെരുവിളി കേട്ട് പോകുന്ന പരിപാടി, അങ്ങനത്തെ കാര്യങ്ങളൊന്നും വേണ്ട എന്നുള്ളത്. മീൻസ് അങ്ങനെ എല്ലാവരും അതിന് വിളിക്കുമ്പം അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് ചില ഡിമാൻഡുകളുണ്ട്. അപ്പം അതിലേക്ക് പുതിയ ചില ആക്ടേഴ്സ് വരും. അത് അവർക്ക് ലൈഫാവും. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നമുക്ക് ഈസി ആയിട്ട് പുൾ ഓഫ് ചെയ്യാൻ പറ്റുന്ന വേഷങ്ങൾ കണ്ടിന്യൂസ് നമ്മൾ ചെയ്താൽ നമുക്കതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല ആക്ച്വലി. അതേസമയത്ത് അത് വേറൊരാളാണ് അത് ചെയ്യുന്നതെങ്കിൽ അയാൾക്ക് അത് വെച്ചിട്ടൊരു 3-4 പടമെങ്കിലും കിട്ടും. അപ്പോൾ ഇതൊന്നും എൻ്റെ മഹാമനസ്കത കൊണ്ടല്ല, എനിക്ക് ചെയ്യാൻ താല്പര്യമില്ലാത്ത എനിക്ക് അങ്ങനെ കണ്ടിന്യൂസ് ഇത് വരുമ്പം അത് വേണമെങ്കിൽ എനിക്ക് പിടിച്ച് ചെയ്യാം. പക്ഷേ ഞാനങ്ങനെ പിടിക്കാനുള്ള വാശി കാണിക്കാറില്ല. അത് വേറൊരാൾക്ക് കിട്ടട്ടെ എന്ന് തന്നെ ഞാൻ ഡയറക്ടറിനോട് പറയും. ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്, ചേട്ടാ ഞാനത് ചെയ്യുന്നുണ്ട്, എനിക്കൊരു ഗുണമില്ല, വേറൊരാൾ ചെയ്താൽ അത് ഗുണം വരും. ഇപ്പം അയ്യപ്പനും കോശിയിൽ സച്ചേട്ടൻ എന്നോടൊരു ക്യാരക്ടർ പറഞ്ഞായിരുന്നു. ആ ക്യാരക്ടർ ലാസ്റ്റ് മൊമെൻറ്റിൽ സച്ചേട്ടൻ എന്നോട് പറഞ്ഞടാ, നീ അത് ചെയ്യുന്നതുകൊണ്ട് പ്രത്യേകിച്ച് നിനക്ക് ഗുണമൊന്നുമില്ല, നിനക്കൊരു വേഷം ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ, പക്ഷെ അത് വേറൊരാൾ ചെയ്താൽ ചിലപ്പോൾ അയാൾക്ക് എന്തെങ്കിലും പ്രയോജനം വരും എന്ന് പറഞ്ഞിട്ട് ഒരു ക്യാരക്ടർ മാറിപ്പോയി. അപ്പം ഞാനത് ഉൾക്കൊണ്ടു. എനിക്കത് വളരെ കൃത്യമായിട്ട് മനസ്സിലായി. ഞാൻ പറഞ്ഞു ഓക്കെ സച്ചേട്ടാ, നമുക്ക് നീ പടങ്ങളുള്ളൂ, നീ ചെയ്യാമല്ലോ എന്ന് ഓർത്തു. പക്ഷെ ആ സിനിമ കഴിഞ്ഞപ്പോൾ സച്ചേട്ടൻ ഇല്ല എന്ന് പറയുമ്പം അന്നൊന്ന് വാശി പിടിച്ചിരുന്നെങ്കിൽ എനിക്ക് അതിൽ അഭിനയിക്കാമായിരുന്നു, സച്ചേട്ടനോട് വർക്ക് ചെയ്യാമായിരുന്നു പറഞ്ഞൊരു കുറ്റബോധം ഉണ്ടെങ്കിലും ഇൻ റിയാലിറ്റി അദ്ദേഹം പറഞ്ഞതാണ് അതിൻ്റെ ശരി. നമുക്ക് പ്രയോജനമില്ലാത്തൊരു കാര്യം നമുക്ക് എന്തിനും ചെയ്യണം, നമുക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടെങ്കിൽ ചെയ്യാം എന്നുള്ളതാണ് അതിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ്. എക്സസീവ് വയലൻസ് എന്ന് പറയുമ്പോൾ അതിനെ കാണിക്കുന്ന രീതിയാണെങ്കിലും അതിനോട് എനിക്കെതിരെ അഭിപ്രായമുണ്ട്. കാരണം അത് ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധ്യത ഉണ്ടെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധ്യത ഇല്ല എന്ന് പറഞ്ഞല്ലേ. ഇപ്പോഴത്തെ കാലഘട്ടം കുറച്ചും കൂടെ ഒരുപാട് സൈക്കോളജിസ്റ്റുകൾ അത് പക്ഷെ അത് ഈ പറഞ്ഞ പറയുന്നത് ബീറ്റ് വന്നു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ബോറടിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. അധികം ചെക്ക് ചെയ്യാൻ പറ്റുമോ? ഹലോ ഇത് ത്രഷോൾഡ് വരെ ഒരു ഫേസാണ്. അടുപ്പിച്ച് കുറച്ച് പടം വരും, ചിലപ്പോൾ അത് കഴിയുമ്പോഴത്തേക്കും വേറെ ഇനിയിപ്പോൾ മാർക്കോ പോലത്തെ ഒരു പടം ഇനിയും
ഇവിടെ സക്സസ് ആവാൻ സാധ്യതയില്ല. കാരണം അത് എക്സ്പോസ്ഡ് ആയിപ്പോയി. പക്ഷെ എന്താണെന്ന് വെച്ചാൽ കുറെ പേര് ട്രൈ ചെയ്യും. ഒരു ഇതേപോലെ ഒരു ട്രാൻസ്ഫർ കുറച്ച് പടങ്ങൾ ചിലപ്പോൾ കുറെ പേര് ട്രൈ ചെയ്യും. അല്ല, ഇത് എക്സ്ട്രീം അടിച്ചില്ലേ? ഇപ്പൊ പണിയിൽ ലാസ്റ്റിലത്തെ അപ്പൊ അവര് വിചാരിക്കുന്നില്ല ഇതാണ് സക്സസ് ഫോർമുല. അങ്ങനെ ഒരു സംഭവമുണ്ട്. കുറെ അതേപോലത്തെ പ്ലാനിങ്സ് നടക്കും. ഇപ്പൊ പണിയുടെ ടൈലൻഡിൽ മറ്റേ പൊട്ടിത്തെറിക്കുന്ന സാധനം, അത് ആൾക്കാരൊന്നും ഞെട്ടി. അത് കഴിഞ്ഞ് വന്നതാണ് മാർക്കോ. അതായത് ഇതിൽ നിന്ന് ഒരു സ്റ്റെപ്പ് കയറി പോവല്ല ചെയ്തത്. അതിൽ നിന്ന് ലിഫ്റ്റ് കയറി 15ാം നിലയിൽ ചെന്നിട്ട് അടിക്കുന്ന പോലായിരുന്നു. മാർക്കോയിലെല്ലാം കാണിച്ചു. കത്തിക്കുന്നത്, പൊട്ടിക്കുന്നത്, കടിച്ചു പറിക്കുന്നത്, വലിച്ചെടുക്കുന്നത്. ഇനി അതിനകത്ത് എന്താ എക്സ്പ്ലോർ ചെയ്യാനുള്ളത് ഫൈറ്റിനകത്ത്? ഇത് തെലുങ്കിലും ഹിന്ദിയിലും പണ്ട് പിന്നെ പണിയിൽ ഒരു കോൺട്രവേഴ്സി ഉണ്ടായിരുന്നല്ലോ. അതായത് അതിനകത്ത് സെക്ഷൽ വയലൻസ് ഡെപ്പിക്റ്റ് ചെയ്ത രീതിയിൽ പലർക്കും ഉണ്ടായിരുന്ന എന്തുവാ എതിരഭിപ്രായങ്ങൾ. അതായത് അത് വെച്ചുണ്ടായിരുന്നല്ലോ ഒരു ആദർശം എന്ന് പറഞ്ഞൊരു കക്ഷിയും ജോജു ഒരു സംഭവം. അത് പക്ഷെ അത് ഒരു ഡയറക്ടറിൻ്റെ ആംഗിളില്ലേ അത്. പുള്ളിക്ക് ഇപ്പം നിങ്ങളൊരു ലേഖനം എഴുതുമെന്ന് പറഞ്ഞാൽ അതിങ്ങനെ എഴുതണമെന്ന് വായനക്കാരൻ പറഞ്ഞു തന്നാൽ നിങ്ങൾ സമ്മതിക്കുമോ? നിങ്ങളുടെ രീതിയിലല്ലേ നിങ്ങൾക്ക് അത് എഴുതാൻ പറ്റൂ. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു സംവിധായകൻ അതിനെ കണ്ടിട്ടുള്ളത് അങ്ങനെയാണ്. അതിങ്ങനെയാണ് ഡെപ്പിക്റ്റ് ചെയ്യേണ്ടിയിരുന്നതെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ സംവിധായകൻ കുറച്ചും കൂടെ പഠിച്ച് കുറച്ചും കൂടെയൊക്കെ അറിവ് സ്വായത്തമാക്കി ചിലപ്പോൾ ഒരു 5 വർഷം കഴിഞ്ഞ് ഇതേ സീൻ ഷൂട്ട് ചെയ്യുന്ന വേറെ രീതിയിലായിരിക്കും. ഞാൻ ഇന്നത്തെ എൻ്റെ അറിവ് വെച്ചിട്ടാണ് സംസാരിക്കുന്നതെന്ന് പറഞ്ഞ പോലെ തന്നെ അയാൾ അത് പിന്നെ അങ്ങനെ പറ്റത്തുള്ളൂ. സിംഗ് സൗണ്ട് എല്ലാ സീനിലും ആൾക്കൂട്ടം. തൃശ്ശൂർ റൗണ്ടിൽ പബ്ലിക് ഫങ്ഷൻസ് ഇല്ലാത്ത ദിവസം ഇല്ല. എല്ലാ ദിവസവും എന്തെങ്കിലും പരിപാടി കാണും. അതിൻ്റെ ഇടയ്ക്ക് വേണം സിംഗ് സൗണ്ടിൽ ഷൂട്ട് ചെയ്യാൻ. അപ്പം ഇന്ന് ചെണ്ടമേളമാണെന്നുണ്ടെങ്കിൽ നാളെ രാഷ്ട്രീയ സമ്മേളനമായിരിക്കും. അപ്പോൾ ഇന്ന് ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്ന ചെണ്ടമേളം നാളെ പ്രസംഗമായി മാറുന്ന ഒരേ സീനിൽ തന്നെ ആയിരിക്കും സംഭവിക്കുന്നത്. ചിലപ്പോൾ നമ്മൾ ആദ്യത്തെ ഒരു 30-40 സെക്കൻഡ് ആയിരിക്കും ഇന്ന് ഷൂട്ട് ചെയ്തത്, പിന്നത്തെ 1 മിനിറ്റ് ആയിരിക്കും നാളെ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് സെയിം ആയിരിക്കണ്ടേ. അപ്പം സമയം എന്തായാലും എടുക്കും. അത് സിംഗ് സൗണ്ട് ആക്കിയതാണ് ഇതിൻ്റെ ഏറ്റവും എനിക്കൊന്ന് സമയം കൂടാൻ പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ സിംഗ് സൗണ്ട് വേണമെന്നുള്ള ജോജിൻ്റെ വാശിയാണ്. കാരണം ഡബ് ചെയ്യുന്നതിനകത്ത് കുറച്ച് ആർട്ടിഫിഷ്യാലിറ്റി ഉണ്ട്. അത് വരരുത്, റിയൽ. പക്ഷെ അതൊരു പേഴ്സണൽ അഭിപ്രായത്തിൽ ആർട്ട് ഒരിക്കലും ഇൻഫ്ലുവൻസ് ചെയ്യത്തില്ല എന്നാണ്. അല്ലല്ല, ആർട്ടിന് ഭയങ്കര ഇൻഫ്ലുവൻസ് ഉണ്ട്. ആർട്ട് ഇൻഫ്ലുവൻസ് ചെയ്യും ഡെഫിനറ്റ്ലി. പക്ഷേ ഇങ്ങനെ വയലൻസ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഒരു സിനിമ കണ്ടിട്ട് വേണോ ഒരുത്തൻ്റെ ചങ്ക് വലിച്ചു പറിക്കുക? അങ്ങനെയൊക്കെ പറ്റുമോ? ഇപ്പം ഞാൻ എത്ര വാശിയോടുകൂടെ നിങ്ങൾ ചങ്ക് വലിച്ചു പറിക്കണം നോക്കിയാലും നടക്കത്തില്ലല്ലോ. പിന്നെ ചെവി കടിച്ച് പറിക്കലൊക്കെ ചെവി കടിച്ച് പറിക്കൽ മാത്രമല്ല, അതിനേക്കാട്ടിലും വയലൻ്റ് ആയിട്ടുള്ള കടിച്ച് പറികൾ നടന്നിട്ടുള്ള നാടായത്. അതൊക്കെ നമ്മൾ പത്രങ്ങളിലൊക്കെ വായിച്ചിട്ടില്ല. അതൊന്നും സിനിമ കണ്ടിട്ട് വേണ്ടല്ലോ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ആർട്ട് ഡെഫിനറ്റ്ലി ഇൻഫ്ലുവൻസ് ചെയ്യും. ആർട്ട് ഇൻഫ്ലുവൻസ് ചെയ്യേണ്ടത് ഗുഡ്. ഇപ്പം മാർക്കോടെ പണിയുടെ കാര്യം എടുത്താലും പല സിനിമകളുടെ കാര്യം എടുത്താലും ഗുഡും ഈവിളും തമ്മിലുള്ള പോരാട്ടങ്ങളാണല്ലോ. അതിനകത്ത് ഗുഡ് സൈഡ് എന്താണ് എന്നുള്ളതാണല്ലോ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടേണ്ടത്. പക്ഷേ യങ്സ്റ്റേഴ്സ് കൂടുതലും മറ്റേ ഈ പറഞ്ഞ പോലെ ഇൻഫ്ലുവൻസ് ഒക്കെ എന്തായാലും ഉണ്ടാവും എന്ന് ഞാൻ പറയുന്നില്ല, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അത് എന്താണ് ഇൻഫ്ലുവൻസ് ചെയ്യില്ല എന്ന് പറയാൻ പറ്റത്തില്ല. അല്ല പിന്നെ ആർട്ടിന് പ്രസക്തി ഇല്ലല്ലോ. പക്ഷേ ഈ ട്രെൻഡ് മാറും. ട്രെൻഡ് മാറിപ്പോ അടുത്ത ട്രെൻഡുകൾ ഇങ്ങനെ ഇപ്പോൾ ത്രില്ലറുകളായിരുന്നല്ലോ, ഒരു റിയലിസ്റ്റിക് സിനിമകളായിരുന്നു ഒരു സമയത്ത് ഭയങ്കര ട്രെൻഡ്. ആൾക്കാർ തിയേറ്ററിൽ കയറാതായപ്പോൾ അത് മാറി. ത്രില്ലറുകളായി ട്രെൻഡ്. അതിലും എല്ലാവരും ത്രില്ലർ ചെയ്തു. ക്വാളിറ്റി ത്രില്ലറുകൾ മാത്രമേ പിടിച്ചു നിന്നുള്ളൂ. ത്രില്ലർ മാറി. ഹ്യൂമർ ഒരു കാലത്ത് ട്രെൻഡായി. നല്ല എല്ലാം ഈ പറഞ്ഞാൽ OTT റിലീസ് കഴിഞ്ഞിട്ടേ എടുക്കുന്നുള്ളൂ. ഏതായാലും ഇപ്പോൾ ഈ നെറ്റ്ഫ്ലിക്സും ഒക്കെ ഒറിജിനൽസ് കുറേ പ്രൊജക്റ്റുകൾ ഓണായിരുന്നു. അവർ തന്നെ ഫണ്ട് ചെയ്തിട്ട് 3 രൂപ 3.5 രൂപയ്ക്ക് തീരുന്ന സിനിമകൾ അതൊരു 6-7 എണ്ണം അപ്രൂവൽ ആയതാണ്. ഈ ഹേമ കമ്മിറ്റി വിഷു വന്നപ്പോൾ അവരത് ഹോൾഡ് ചെയ്തു. അല്ലായിരുന്നെങ്കിൽ ആ ഒരു വാതിലും കൂടെ ഇപ്പോൾ ഓപ്പണായി വന്നേനെ.
മലയാളത്തിൽ സോണി ലിവിൽ കൃഷാന്തിൻ്റെ ഒരു സീരീസ്, ഡിസ്നി ഹോട്ട്സ്റ്റാറിൽ കണ്ടിന്യൂസ് സീരീസ് വരുന്നുണ്ട്. സോണിയിൽ കൃഷാന്തിൻ്റെ ഒരു സീരീസ് നാലര സംഘം കഴിഞ്ഞു. ജയ് മഹീന്ദ്ര വന്നു. അരുൺ പി ആർ എന്ന് പറഞ്ഞ ഡയറക്ടറിൻ്റെ ഇത് സോണിക്ക് വേണ്ടി ഒരെണ്ണം ഇപ്പോൾ ഷൂട്ടിംഗ് നടക്കുന്നു. സോണി ആൻഡ് ഡിസ്നി ഓണായിട്ടുണ്ട്. ആമസോണും നെറ്റ്ഫ്ലിക്സ് ആയിരുന്നു ചെയ്യാനിരുന്നത്. ഇപ്പോൾ ഇത് ഞങ്ങൾ നാലര സംഘം ചെയ്തപ്പം സോണിയിൽ നിന്ന് മെയിൽ വന്നു എന്നുണ്ടെങ്കിൽ അപ്പോൾ ഓൾഡാ, അവരുടെ പോളിസിയിൽ ഉണ്ട്. വിപിൻ ദാസിന്റെ അന്താക്ഷരിയും നെറ്റ്ഫ്ലിക്സ് സീരീസ് ആയിട്ടാണ് ആദ്യം തുടങ്ങിയെന്ന് കേട്ടിട്ടുണ്ട്. ആണല്ലേ? പിന്നീട് അത് സോണിയിൽ മേടിച്ചപ്പോഴാണ് അവരത് സിനിമയാക്കി ചുരുക്കി കളഞ്ഞത്. അതായത് അത് 3.5-4 മണിക്കൂർ ഉണ്ടായിരുന്ന സീരീസ് ആണ്. നല്ല വർക്കായിരുന്നു. പക്ഷെ ആ സിനിമയാക്കി ചുരുക്കിയപ്പോഴത്തേക്ക് കുറച്ച് മിസ്സിംഗ് ആയിട്ട് കുറച്ച് സംഭവങ്ങളും ആയിപ്പോയി. ഒരു കണക്ഷൻ ഇല്ലാത്ത രീതിയിൽ ചില സംഭവങ്ങൾ വരികയും ചെയ്തു. സീരീസ് ആയിരുന്നെങ്കിൽ എന്നുള്ള നന്നായിരുന്നു. ഉറപ്പായിട്ടും. കാരണം അവസാനം വരെ കൊണ്ടുപോകാനുള്ള സാധനം ഉണ്ട് അതിൽ. അല്ലാതെ പ്രൊഡക്ഷൻ ഹൗസസിൽ എന്തെങ്കിലും സ്ട്രിക്റ്റ് ആയിട്ടുള്ള സ്ട്രിഞ്ചന്റ് മെഷേഴ്സ് ഒക്കെ എടുക്കുന്നുണ്ടോ ഇപ്പോൾ സെറ്റ്സിൽ? ഞങ്ങൾ ഹേമ കമ്മിറ്റി വരുന്നതിന് മുമ്പ്, അതിന് മുമ്പത്തെ ഇതിൽ തന്നെ ഇപ്പോൾ പുരുഷപ്രായത്തിൻ്റെ ഒക്കെ സമയത്ത് നമ്മൾ മറ്റേ ICC പാനലിനെ വെച്ചിട്ട് എല്ലാ ലൊക്കേഷൻസിലും നമ്മൾ അവരുടെ പേരും ഫോൺ നമ്പറും വെച്ചിരുന്നു. നമ്മൾ വലിയ ബഡ്ജറ്റുള്ള പടമല്ല, ഭയങ്കര ലിമിറ്റഡ് ബഡ്ജറ്റിലാണ് ചെയ്തത്. ആകെ 7-8 ദിവസമാണ് ക്യാരവൻ പോലും ഉണ്ടായിരുന്നത്. പക്ഷേ നമ്മൾ ജൂനിയർ ആർട്ടിസ്റ്റുള്ള എല്ലാ ദിവസവും നമ്മൾ മറ്റേ ടോയ്ലറ്റ്സ്, മറ്റേ വണ്ടി പോർട്ടബിൾ ടോയ്ലറ്റ്സ് ഉണ്ടല്ലോ, അത് നമ്മൾ അറേഞ്ച് ചെയ്തിരുന്നു. അതിനുള്ള ബഡ്ജറ്റ് ഇട്ടിരുന്നു. അതുപോലെ അത് ഡയറക്ടറിൻ്റെ കൃഷാന്തിൻ്റെ നിർബന്ധമായിരുന്നു. അതുപോലെ പല ലൊക്കേഷൻസിലും നടന്നിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇത് വരുന്നതിന് മുമ്പ് തന്നെ. ഇത് വന്നതിന് ശേഷം പഴയ നിർദ്ദേശങ്ങളൊക്കെ തന്നെ ഉള്ളെന്നാണ് എനിക്ക് തോന്നുന്നത്. വലിയ രീതിയിലുള്ളൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഹേമ കമ്മിറ്റി വന്നതിന് ശേഷം ഞാൻ വർക്ക് ചെയ്ത സെറ്റുകളിലൊക്കെയും ഈ പറയുന്ന സൗകര്യങ്ങളൊക്കെ ഒരുക്കാൻ മാക്സിമം ശ്രമിക്കാറുണ്ട്. അത് ആക്ച്വലി ഇതൊക്കെ ഒരു 2-3 കൊല്ലമായിട്ട് ഇതൊക്കെ മാറിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. സിനിമയിൽ ഈ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്. എല്ലാവർക്കും ഈ പറയുന്ന പോലെ പണ്ട് കാലത്ത് മറ്റേ സാരി വലിച്ചു കെട്ടി ഡ്രസ്സ് മാറിയിരുന്ന അവസ്ഥയിൽ നിന്ന് ഇന്ന് കാര്യങ്ങൾക്കൊക്കെ ഇപ്പം മമ്മൂട്ടി കമ്പനിയുടെ സിനിമകളെടുത്ത് നോക്കിയാൽ അവിടെ ജൂനിയേഴ്സിന് ഉൾപ്പെടെ മാറാനുള്ള ക്യാരവൻ അവിടെ ഉണ്ട്. ഞാൻ ചെയ്ത 2 പടത്തിലും ഞാനത് കണ്ടിട്ടുണ്ട്. ബാക്കിയുള്ള സിനിമകളുടെ വലിപ്പം പോലുള്ള സൗകര്യങ്ങൾ അവർ ചെയ്തു കൊടുക്കാറുണ്ട്. എല്ലാവർക്കും ക്യാരവൻ എന്നുള്ളതല്ല, ചിലർക്ക് വീടുകളായിരിക്കും, ചിലർക്ക് മറ്റേ ക്ലോസ്ഡ് ടെൻറ്റുകളായിരിക്കും. എന്തായാലും അങ്ങനത്തെ സൗകര്യം ഇതൊക്കെ ഒരു 3-4 വർഷമായിട്ട് ഈ മാറ്റങ്ങൾ നമ്മൾ സിനിമയിൽ കാണുന്നുണ്ട്. ഞാൻ ഈ കോവിഡ് കഴിഞ്ഞിട്ട് ഞാൻ ജോയിൻ ചെയ്ത സിനിമ ആറാട്ടാണ്. ആറാട്ടിൽ ഉൾപ്പെടെ ഈ സൗകര്യങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നാണ് എനിക്ക് കണ്ട് മനസ്സിലാക്കിയിട്ടുള്ളത്. സൗകര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഈ പറയുന്ന പോലെ സ്ത്രീകൾക്ക് ഡ്രസ്സ് ചെയ്യാനും ടോയ്ലറ്റിൽ പോകാനുമുള്ള സൗകര്യമാണ് വളരെ മസ്റ്റായിട്ടുള്ളത്. പിന്നെ ഇവിടെ കൂടുതൽ ഈ ആണുങ്ങൾ ജോലി ചെയ്യുന്ന ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ ആണുങ്ങൾക്ക് ഇതൊന്നും ഒരു പ്രശ്നമായിട്ട് തോന്നാറില്ലല്ലോ. ആ മൈൻഡ് സെറ്റിൻ്റെ പ്രോബ്ലം ഉണ്ടായിരുന്നിരിക്കാം. ഇന്ന് പിന്നെ അത് ഭയങ്കരമായിട്ട് മാറിയിട്ടുണ്ട്. പിന്നെ ആൾക്കാർ ചോദിച്ച് മേടിക്കാനും ഉള്ള ധൈര്യം ഉണ്ടായിട്ടുണ്ട്. കാര്യങ്ങൾ മുഖത്ത് നോക്കി ചോദിക്കാനുള്ള ധൈര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ മാറ്റങ്ങൾ വരുമല്ലോ, ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ.